കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വെറും വാക്ക് പറഞ്ഞതല്ല, അമ്മ ഇത് ചെയ്യും ശാലിനി. ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോ ഒരാൾക്ക് മുന്നിൽ അതേ ഉള്ളു വഴി. നമ്മള് 3 മക്കൾക്ക് വേണ്ടിയാ 17 വർഷം അമ്മ ഒറ്റയ്ക്ക് പോരാടിയത്. മകനെ IAS കാരനാക്കൂന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ അച്ഛനോടുള്ള വാശി കൂടി ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. നിന്നെ കളക്ടർ ആക്കണമെന്നുള്ളത് അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ മോഹത്തിനൊരു മങ്ങലേറ്റിരിക്കുക ഇപ്പോ. കുറ്റം നിന്റെ അല്ല, എങ്കിലും അത്രയൊന്നും എളുപ്പം കിട്ടുന്നതല്ല IAS എന്ന് അമ്മ മനസ്സിലാക്കി. അച്ഛനോടും പഴയ വാശിയും വൈരോഗ്യം ഒന്നുമില്ല. എന്തിന് രാജേശ്വരോട് പോലും പിണക്കൊന്നുമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിന്നൊരു നിർവികാരതയുള്ളൂ ആ മനസ്സിൽ. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ കയ്യിൽ എന്തുണ്ട് നീക്കിയിരിപ്പ്. അമ്മയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഇത്രയും നാളും വട്ടക്കോട്ടിലെ വെള്ളം കോരി. മക്കള് കളക്ടർ ആവണമെന്നൊന്നും അല്ല ഒരമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പെൺമക്കളാണെങ്കിൽ നല്ലൊരു പയ്യന്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിടണം. അവന്റെ കൂടെ സന്തോഷമായി അവൾ ഒരു കുടുംബം നയിക്കണം. ഇതൊക്കെ ഏതൊരമ്മയുടെ ആഗ്രഹം. നമ്മൾ രണ്ടാളുടെ കാര്യം എന്തായി? കുടുംബജീവിതം തുടങ്ങാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുമ്പേ ഭർത്തൃ വീട്ടുകാർ ഉപേക്ഷിച്ചു. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാർക്ക് അതിനെ എതിർക്കാൻ സാധിക്കുന്നില്ല. എതിർക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവര് പറയുന്നതിനൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. ഇന്ന് വിഷ്ണുവേട്ടൻ ഇവിടെ കല്യാണക്കുറിയായിട്ട് കയറി വന്നു. നാളെ രാജീവ് സാർ ഒരു വെഡിങ് കാർഡുമായിട്ട് കയറി വരുന്നതും ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. കെട്ടുതാല് പൊട്ടിയ 2 പെൺമക്കള്. സത്യം പറഞ്ഞ 17 വർഷം മുൻപുള്ള ശാരദാമ്മയുടെ പ്രതിരൂപങ്ങൾ. ഒക്കത്തോരോ കുഞ്ഞുങ്ങളില്ലെന്നേ ഉള്ളൂ. പിന്നെ ആകെയുള്ളത് ഇവളാ. ഇവളെ പറ്റി വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത പോലെ ഇപ്പൊ അമ്മയുടെ സംസാരം. ശാരദാമ്മയുടെ തലവിധി ഇങ്ങനെയായി പോയല്ലോന്ന് ഇടയ്ക്കിടെ പരിതപിക്കുന്നത് കാണാം. ജീവിതത്തെ പറ്റി ഒരു പ്രത്യാശയും ഇല്ലാത്ത ആളെ പോലെ. അമ്മ എന്തെങ്കിലും കടുകൈ ചെയ്യുമെന്ന് നല്ല പേടിയുണ്ട് മോളെ എനിക്ക്. ശാലിനി മോളെ, മോളൊന്നിങ്ങ് വന്നേ. എന്താ രാജേജി? ഒന്നിങ്ങ് വാ.
പതിവ് പോലെ ഭക്ഷണമൊന്നും വച്ചിട്ടില്ലായിരിക്കും അല്ലേ? ആരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാ ചേച്ചി ഈ അടുക്കള സമരം? ഞാൻ നേരത്തെ പറഞ്ഞതാ, അളിയന്റെ അടുത്ത് ഇതൊക്കെ വില പോവും. ഞാനൊരാണ്, മോഷ്ടിച്ചിട്ടായാലും ജീവിക്കും. ഫ്രിഡ്ജൊക്കെ ഇപ്പൊ കാലിയാവും. എന്നെ പേടിച്ച് ചേച്ചി ഭക്ഷണം ഉണ്ടാകാതിരിക്കണ്ട. എന്താന്ന് വെച്ചോ ഉണ്ടായി കഴിച്ചോ, പങ്കു ചോദിക്കാനൊന്നും ഞാൻ വരില്ല. ചേച്ചിക്ക് എന്നോട് പിണക്കൊന്നും തോന്നണ്ട. ദേ, ഇത് ഞാൻ ഓൺലൈൻ വരുത്തിയ ഫുഡാ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുഴിമന്തി. അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അതെന്റെ വിഷമം കൊണ്ട് കൂടിയാണെന്ന് ചേച്ചി മനസ്സിലാക്കണം. ചേച്ചിയുടെ യൗവനവും ആരോഗ്യവും ആയുസ്സും ഒക്കെ ഒരു കിളവന്റെ പിന്നാലെ നടന്ന് പാഴാക്കിയെന്ന് ചേച്ചി പറഞ്ഞല്ലോ. എന്നെ പറ്റി എപ്പോഴെങ്കിലും ഒരു നിമിഷം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചേച്ചി? എന്റെ ജീവിതം എന്തുവാ? എന്നും ചേച്ചിയുടെ നിഴല്. സ്വന്തമായൊരു ചിന്തയോ അഭിപ്രായമോ ഇല്ല. ശത്രു ആരായാലും ചേച്ചിയുടെ വിജയത്തിന് വേണ്ടിയാ ഞാൻ അംഗത്തിന് ഇറങ്ങുന്നത്. അതിനുവേണ്ടി എന്ത് കുതന്ത്രവും കുബുദ്ധിയും പറ്റി ഞാൻ. എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ടോ? ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് നിന്നാ പോരാടിയത്. ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വഴക്കിട്ട് പിരിഞ്ഞ നഷ്ടം നമ്മൾ രണ്ടുപേർക്കും ഉണ്ടാവും. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? അതോ ഇത്രയും വർഷം കൂടെ നിന്നതിന്റെ കണക്ക് ചോദിക്കുന്നു? അയ്യോ, അങ്ങനൊന്നും വിചാരിക്കില്ല ചേച്ചി. പിന്നെ ചേച്ചിക്ക് എന്നെ തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും വർഷം കൂടെ നിന്നതിന്റെ പ്രതിഫലമായിട്ട് ഒരു തുക തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല. അയ്യോ, നീ വേണ്ടെന്ന് പറയില്ല അല്ലേടാ? നിനക്ക് പങ്കുവെച്ചല്ല, മൊത്തത്തിൽ ഞാൻ അങ്ങ് തന്നേക്കാം. അയ്യോ, നിന്റെ കൊരവള്ളി അങ്ങ് കണ്ടിച്ച് വിട്ടേക്കട്ടെ. പിന്നെ നീ കൊരക്കില്ലല്ലോ. അയ്യോ, വേണ്ടതൊന്നും ചെയ്യല്ലേ ചേച്ചി. ഇപ്പം നീ എന്നോടൊരു കോംപ്രമൈസിന് വരുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് മര്യാദക്ക് പറഞ്ഞോ നീ. അയ്യോ, ഞാൻ പറയാം. ആദ്യം ചേച്ചി കത്തി കഴുത്തിന്നൊന്ന് മാറ്റി പറയാം. പറ, എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും പറഞ്ഞു നീ. അത് അയാൾ മരിച്ചോ? എന്ത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാ. പറയടാ. അയാൾ മരിച്ചിട്ടൊന്നുമില്ല ചേച്ചി, അയാൾ ജീവനോട് തന്നെ ഉണ്ട്. എവിടെ? പട്ടാരത്തമ്പലത്തില്. അവിടെ ഒരു ഭിക്ഷാന്തേഹി പോലെ ഇരിക്കുന്നെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ബാക്കി നോക്കാൻ എനിക്കറിയാം. പിന്നെ നിന്നോടൊരു കാര്യം, നിഴലെന്ന് നിഴല് തന്നെയാ. രാജേശ്വരിയുടെ അടുത്ത് മേലാൽ ഈ തല ഉയരരുത്. അരിഞ്ഞു വീഴ്ത്തിക്കളയും ഞാൻ. 1000 തലയുള്ള രാവണനാണെങ്കിലും കൂടെ ജീവിച്ചവന് കഷായം കൊടുക്കാന്നുണ്ടെങ്കില് കൂടപ്പിറപ്പിന്റെ കഴുത്ത് ഞെരിക്കുമ്പോഴേ കൈ വിറക്കില്ലടാ. ഓർമ്മയുണ്ടാവണം അതെപ്പോഴും. അയ്യോ, ഭിക്ഷാന്തേഹി അമ്പലം. ഇതിലുണ്ടായിരുന്ന കൂൺകറി ഇവിടെ പോയി.
അയ്യോ. ഇതെന്താ ചേച്ചി കൂൺ മാത്രമായിട്ട്? അതെ, നമുക്ക് മൂന്നാൾക്കും കൂണ് വലിയ ഇഷ്ടമല്ലേ. അതുകൊണ്ട് അമ്മ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. നിക്ക് നിക്ക്, അങ്ങനെ പെട്ടെന്ന് കഴിച്ചു കളയല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് വിഷമങ്ങളിലും സങ്കടങ്ങളിലും കൂടിയാ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. അതിനിടെ നമുക്കുണ്ടായിരുന്ന പരസ്പര സ്നേഹത്തിൽ പോലും ഉലച്ചിൽ തട്ടിയൊന്നൊരു സംശയം. നമുക്ക് അതെല്ലാം തിരിച്ചു പിടിക്കണം. രാജീവ് സാറിന്റെയും വിഷ്ണുവേട്ടന്റെയും കാര്യമൊക്കെ വിട്ടേക്ക്. അവരൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് സന്തോഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരാളുണ്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് കരുതി വെച്ചും ഇഷ്ടഭക്ഷണം പരസ്പരം വാരിക്കൊടുത്തും അങ്ങനെ അങ്ങനെ ആ സന്തോഷം നമ്മൾ ഇന്ന് വീണ്ടും തിരിച്ചു പിടിക്കും. അമ്മ പറയാറില്ലേ, പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. രണ്ടാളും ഒന്ന് കണ്ണടച്ചേ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കാനും അന്നും ഞങ്ങളെ തന്നെ കൂടെപ്പിറപ്പുകളായിരിക്കാനും അച്ഛനെ ആ ജന്മമെങ്കിലും കൊതി തീരുവോളം സ്നേഹിക്കാനും അവസരം തരണേ. ഇനി കണ്ണു തുറന്നു. അപ്പോ ഇനി കഴിക്കാലോ അല്ലേ? അങ്ങനെയല്ല, ആദ്യം ഞാനൊരു പിടി കഴിക്കും. പിന്നെ ശാരികേച്ചിക്ക് ഒരു പിടി വായിൽ വെച്ചു കൊടുക്കും. ഏറ്റവും ഒടുവിൽ നിനക്ക്. ശരി ശരി. എന്നോട് ക്ഷമിച്ചേക്കണേ വിഷ്ണുവേട്ടാ. സത്യങ്ങളൊന്നും തുറന്നു പറയാനാവാതെ വിട്ടുപോവാ ഞാൻ. ദൈവം അനുവദിച്ച അടുത്ത ജന്മം നമുക്കൊന്നാവാം. ആരോട് ചോദിച്ചിട്ടാ അകത്തിരുന്ന് കൂൺ കറി എടുത്തത്? ആരോടും ചോദിച്ചില്ല. ഇവിടെ അടുക്കളയിൽ പാകം ചെയ്യുന്നതൊക്കെ ഇവിടെയുള്ളവർക്ക് കഴിക്കാനല്ലേ. അതെ, നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം. ഇനി ഇത് നമുക്ക് ഓരോരുത്തർക്കും വാരിത്തരുന്നത് അമ്മയാ. ആദ്യം എനിക്ക്. എന്താ അമ്മ, വാരിത്തരുന്നില്ലേ? എന്നാ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം.
നമുക്ക് മൂന്നാൾക്കും ആ കൂൺകറി വാരിത്തരാൻ പറയൂ ശാരിയേച്ചി. അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരട്ടെ. എന്താ ശാലിനി നീ പറയുന്നതൊക്കെ? അത് വിഷക്കൂണായിരുന്നു. അമ്മ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. സത്യമാണോ അമ്മേ? സത്യമാണോന്ന്? ശാലിനി പറഞ്ഞതാമേ ശരി. അമ്മ തന്നെ ഞങ്ങൾക്ക് വാരിത്താം. ഒരിക്കൽ റെയിൽവേ ട്രാക്കിലേക്ക് പോയതിന് എന്നെ ശിക്ഷിച്ച അമ്മയാ ഇത് ചെയ്തതെന്ന് ഓർക്കണം. മോള് ഞാൻ സത്യാമ്മയുടെ അടുത്ത് പറയാതിരിക്കുന്ന സത്യം അമ്മയുടെ മനസ്സ് പൊള്ളിക്കുന്നതെങ്കിൽ ഞാനത് തുറന്നു പറയാം. ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞത് അത് സത്യം തന്നെയാ. സത്യം. മോളെ, നീ പിന്നെ എന്തിനാ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത്? ഡൈവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തത്? ഇപ്പൊ ഈ കല്യാണം വരെ ഇതൊക്കെ എത്തിച്ചത്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഭൂമിയുടെ വെളിച്ചം കാണുന്നതിന് മുമ്പ് അതിനെ ആരും കൊന്നു തള്ളാതിരിക്കാൻ പ്രഗ്നന്റ് ഞാനല്ല, പ്രീതിയാ. പ്രീതി? അർജുനേട്ടനെയും അർജുനേട്ടന്റെ അമ്മയും അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് സത്യാമ്മയ്ക്ക്. അർജുനേട്ടന്റെ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിലുള്ളതെന്ന് മനസ്സിലാക്കിയ, അതും താൻ അറിയാതെ അർജുനേട്ടനും പ്രീതിയും തന്നെ കബളിപ്പിച്ചു എന്ന് തോന്നിയ പിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല സത്യാമ്മ. രണ്ടു മാസം കൂടി കഴിഞ്ഞ ഒരു അബോഷനുള്ള സാധ്യത ഇല്ലാതാവും. അമ്മയ്ക്ക് ആപത്തുണ്ടാവുമെന്ന് ഭയന്ന് സത്യാമ്മ അതിന് തയ്യാറാവില്ല. അതിനു വേണ്ടി അമ്മ, അതിനു വേണ്ടിയാ ഞാൻ 2 മാസത്തെ സമയം ചോദിച്ചത്. വിഷ്ണുവേട്ടനും സത്യാമ്മയ്ക്ക് മാത്രമേ ആ വീട്ടിൽ ഇക്കാര്യം അറിയാതുള്ളൂ. വിഷ്ണുവേട്ടനോട് പറയാൻ എനിക്ക് വയ്യ. വിഷ്ണുവേട്ടൻ അതറിഞ്ഞ എന്നെ സത്യാമ്മ കുറ്റപ്പെടുത്തുമ്പോ വിഷ്ണുവേട്ടൻ അറിയാതെ പറഞ്ഞു പോവും ഞാനല്ല പ്രീതിയാ പ്രഗ്നന്റ് എന്ന്. പിന്നെ ഞാൻ ഈ ചെയ്തതെല്ലാം പാഴാവില്ല അമ്മ. സത്യം അറിഞ്ഞ സത്യാമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് അച്ഛനും പൊന്നിക്കും ഒക്കെ സംശയമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം മറച്ചു വെക്കാൻ ഞങ്ങളൊക്കെ ആവുന്നതും പരിശ്രമിച്ചു. പക്ഷെ ഒരു ദിവസം പ്രീതി ശാലിനിയും കൂടി ഡോക്ടറുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിച്ച മരുന്നുകളായത്. ഗർഭിണികൾ കഴിക്കേണ്ട മരുന്നുകളായത്. ഈ വീട്ടിൽ ആരാ ഗർഭിണി? അമ്മേ, അമ്മേ, ഞാനാ പ്രഗ്നന്റ്. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തരാൻ ഞാൻ തയ്യാറാ. ശാലിനി